സന്ധ്യയെ ചിരിച്ചു, മധ്യാഹ്ന സന്ധ്യയെ ജ്വലിച്ചു, സായം സന്ധ്യയെ കഴുകി, ത്രികാല സന്ധ്യ പോൽ നിൻ ജന്മം. നീ തൊട്ടുണർത്തി ഹൃദയ പൂക്കളിൽ നിറയുന്ന മധുവും മണവും അറിയാതെ ഒളിപ്പിച്ചു വെച്ചോ കാലം. നീ പോവുക നിൻ വഴിയേ, സഫലമീ യാത്ര, സഫലമീ യാത്ര. സ്വർഗദൂതിക നീ, ഭൂമിപുത്രി സർവം സഹേ. കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ, കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ. മനോജ് ചേട്ടാ സുഖമല്ലേ? ഇരിക്കും. അല്ല, ഞാൻ കരുതി താൻ കോടതി പോയിട്ടുണ്ടാവും. ഇല്ലെന്നേ. എന്നാ താൻ ചെല്ലേ. അതെ, എനിക്കിന്ന് 11:30 വാദമുണ്ട്. ബാക്കി കേസൊക്കെ ഞാൻ ജൂനിയേഴ്സിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ നോക്കിക്കോളൂ. എന്തായടോ, നമ്മളോട് ചെല്ലാൻ അമ്പാടിക്കാർ ആവശ്യപ്പെട്ടോ? അല്ല, അത് ഹേമാംബിക ഇരുമനസ്സുമായി നിൽക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അതെന്താടോ അങ്ങനെ? അവര് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയതല്ലേ? അതെ, തുറന്നു പറഞ്ഞ സ്ത്രീധനമാണ് പ്രശ്നം. സ്ത്രീധനോ? അല്ല, എന്തൊക്കെയാ അവർ ആവശ്യപ്പെട്ടത്? അല്ല, സ്ത്രീധനം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പയ്യൻ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. പകരം പറയാൻ ഓരോ ന്യായീകരണങ്ങൾ. മൂത്ത മകന് കിട്ടിയ സ്ത്രീധനത്തിന്റെ കണക്ക്, നാട്ടുകാരുടെ മുന്നിലെ സ്റ്റാറ്റസ്, കുടുംബ മഹിമ. ഇതൊക്കെ കേൾക്കുമ്പോ അറിയാം എവിടേക്കാ അവര് പോകുന്നതെന്ന്. നമ്മൾ എന്ത് കൊടുക്കും അത് അവർക്കറിയണം. അല്ല, ഒരു 100 പവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഓക്കെ അല്ലേ? താൻ ധൈര്യമായിട്ട് പറയടോ. ചിലപ്പോ അതിൽ കൂടുതൽ ഞാൻ അവൾക്ക് കൊടുക്കും. ധനപാലന്റെ മകന്റെ കേസിലെ വിധി വന്ന എന്റെ കയ്യിൽ കോടികൾ വരും. ഈ കേസിൽ ധനപാലൻ എനിക്ക് ഓഫർ ചെയ്ത തുക കേട്ടാ താൻ ഞെട്ടും. 5 കോടിയാ. പിന്നെ ഹേമാംബികയുടെ മൂത്ത മകന് കിട്ടിയ സ്ത്രീധനത്തിന്റെ ഇരട്ടി കൊടുക്കാൻ ആർക്കേക്ക് കഴിയും. അല്ല, എങ്കിൽ ഞാൻ അവരോട് പറയാം. ആർക്കെ സമ്മതം പറഞ്ഞാൽ അവർ അങ്ങോട്ട് ചെല്ലാൻ ആവശ്യപ്പെടാം. നല്ല ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടത്തണമെന്ന അരുൺ പറയുന്നു. അല്ല, ഇതിൽ അവനാ ഇപ്പൊ തിടുക്കം കൂട്ടുന്നത്. അരുൺ എന്നെ വിളിച്ചു പറഞ്ഞതേ, വൈകുന്നത് കൊണ്ട് ഞങ്ങൾ പ്രപ്പോസൽ വിട്ടു എന്ന് കരുതലേന്നാ. നരേന്ദ്രന് തിരക്ക് വന്നതുകൊണ്ടാ ഇങ്ങോട്ട് വിളിക്കാത്തതെന്ന്. അവൻ ഇത്രയും താല്പര്യത്തിൽ നിൽക്കുമ്പോ ഈ വിവാഹം നടക്കാതിരിക്കില്ല. പിന്നെ സ്ത്രീധനമാണ് വിഷയം. അവർക്കറിയേണ്ടത് ആർക്കെ എന്ത് കൊടുക്കും എന്നാണ്. അതിന്റെ ഒരു ഏകദേശ രൂപ ഹേമാംബികയ്ക്ക് കിട്ടണം. അതാ ഞാൻ മനസ്സിലാക്കിയത്. ഇനി ചിന്തിക്കാനൊന്നുമില്ല. താൻ ധൈര്യമായിട്ട് പറഞ്ഞു. എന്നിട്ട് ഉടനെ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് പുറത്തിറങ്ങി ഒരു ചായ കുടിച്ചാൽ എന്താടോ? അല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. പറയാം. നരേട്ടാ, ഇരിക്കേ. എന്നു മുതലാണ് ഹേമ തനിച്ച് തീരുമാനമെടുക്കാൻ തുടങ്ങിയത്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നരേട്ടാ? അരുൺ പിടിവാശി നിന്നാ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനും അരവിന്ദും അവനോട് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു നോക്കി. അഡ്വക്കേറ്റ് ആർക്കയുടെ മകളെയല്ലേ കണ്ടത്? പോയി കണ്ടിട്ട് ഹേമയുടെ അഭിപ്രായം എന്താ? ഒറ്റ വാക്കി പറഞ്ഞ അവൻ ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിൽ വീണുപോയി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നമ്മുടെ കുടുംബത്തിന് ചേരുന്ന സാമ്പത്തികമോ ജീവിത സാഹചര്യമോ അവർക്കില്ല എന്നതാണ് സത്യം. പക്ഷെ പറഞ്ഞ അവൻ കേക്കണ്ടേ?
ഇങ്ങനൊരു പെണ്ണ് ലോകത്തിലില്ല എന്ന മട്ടിൽ അവന്റെ പെരുമാറ്റം. അരുണി കല്യാണത്തിന് വേണ്ടിയേ തിരക്കിട്ട് ഓടുന്നതിന്റെ കാരണമൊക്കെ എനിക്കറിയാം. സിതാര വന്ന അവര് തമ്മിലുള്ള വിവാഹം നമ്മൾ ഉറപ്പിക്കുമെന്നുള്ള ഭയം. അരുണിന് അവളോട് ഇഷ്ടക്കുറവുണ്ടെന്നുള്ളത് സത്യസന്ധമായുള്ള കാര്യമാണ്. UK-യിലേക്ക് അവൾ പോകുന്നതിന് മുമ്പും ഞാൻ ഇക്കാര്യം അവനോട് സൂചിപ്പിച്ചിരുന്നു. അന്നും അവൻ താല്പര്യം കാണിച്ചില്ല. എന്റെ മോള് അറിയാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരുത്തർ പാടി നടക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചുനാള് അവളോട് ഇവിടുന്ന് മാറി നിൽക്കാൻ ഞാൻ പറഞ്ഞത്. നരേട്ടൻ ചായ കുടിക്കേ. ചായ എല്ലാം കഴിഞ്ഞ് അവള് മടങ്ങി വരുമ്പോ അരുണിന്റെയും അവളുടെയും വിവാഹം നടത്താന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് കിട്ടിയ ഇരുട്ടടി ആയിപ്പോയി നിന്റെ മകന്റെ തീരുമാനം. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. നേരത്തെ ഈ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ വഴി കണ്ടെത്തുമായിരുന്നു. ഏത് വഴിയിലൂടെ നീങ്ങണമെന്നും എനിക്കറിയാം. പക്ഷേ ഇനി അത് ചെയ്താ കൈവിട്ട കളിയായിപ്പോ. കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെയാ പുറത്തുനിന്ന് കേൾക്കുന്നേ. പെണ്ണ് കണ്ടു, അത്രേ ഉള്ളൂ. അവരിങ്ങോട്ട് വരാൻ സമയം ചോദിക്കുന്നതേ ഉള്ളൂ. ഞാനേ ഇപ്പോഴും അവർക്ക് പൂർണ്ണ സമ്മതം കൊടുത്തിട്ടില്ല. ഏമേ, ഒരു കാര്യം പറഞ്ഞേക്കാം. സിതാര എന്റെ ഏക മകളാണ്. എന്റെ മുഴുവൻ സ്വത്തുക്കളും അവൾക്കുള്ളതാണ്. അമ്പാടി കുടുംബത്തിൽ അവൾ വന്ന് കയറിയാലേ എന്റെ സ്വത്തും കൂടി ഈ കുടുംബത്തിൽ വന്ന് ചേരുമെന്നുള്ള കാര്യം നീ മറക്കരുത്. അവൾക്ക് അരുണിനെക്കാളും മിടുക്കനായ ഒരു പയ്യനെ കണ്ടെത്താൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. അവൾക്ക് അരുണിനെ പണ്ട് മുതലേ ഇഷ്ടമാ. പിന്നെ രണ്ട് കുടുംബത്തിലെ സ്വത്തും ചിതറിപ്പോണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല നരേട്ടാ. ഓ, എന്റെ മനസ്സമാധാനം എല്ലാം നശിച്ചു. ഒരു വഴിയുണ്ട്. ചിലപ്പോ അത് ഹേമയും അരുണും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വരെ അതെത്തും. ഹേമയ്ക്ക് ധൈര്യമുണ്ടോ? ഏട്ടൻ പറയേ. ഞാൻ ആർക്കെ കണ്ട് പറയാം. അരുണും അവന്റെ മുറപ്പെണ്ണായി എന്റെ മോളും തമ്മിലുള്ള വിവാഹം നേരത്തെ ഉറപ്പിച്ചതാണ്. അവനെ അവള് വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് UK-ന്ന് വരുന്നതെന്നും പറയാം. ആർക്കയോട് പറയാൻ? വേറെ ഉണ്ട് എനിക്ക് ചില കാര്യങ്ങൾ. നിങ്ങൾ ഈ വിവാഹം നടത്തിയാൽ എന്റെ മകള് അമ്പാടി വീട്ടിലുണ്ടാവും. അരുണിന്റെ മുറപ്പെണ്ണായും അവന് പറഞ്ഞു വെച്ച പെണ്ണായി. ഞാൻ അങ്ങനെ ആർക്കയോട് പറഞ്ഞാൽ ആർക്കെ മകളെ ഇങ്ങോട്ട് അയക്കാൻ മടിക്കും. ഇതൊക്കെ കേൾക്കുമ്പോ ആർക്കെ തകരും. അയാള് ഹേമയെ വിളിക്കും. ഹേമ അതെല്ലാം ശരിവെക്കണം. എങ്കിൽ നമുക്ക് അവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞാ അരുൺ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും വരും. മകനെ പിണക്കാൻ ഹേമ തയ്യാറല്ല. അവൻ എന്റെ മകനല്ലേ നരേട്ടാ. പിന്നെ എന്റെ മോളെ ഞാൻ ദത്തെടുത്ത് വളർത്തിയല്ല. സിതാര എന്റെ ചോര തന്നെയാ. അതും അമ്മയില്ലാത്ത പെൺകുട്ടി. ഞാനെന്നൊരാൾ ജീവിച്ചിരിക്കുന്നത് പോലും ഓർക്കാതെ ഇതെല്ലാം ചെയ്തു വെച്ചില്ലേ. ഇനി ഹേമയ്ക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യ. ഞാൻ ഇറങ്ങുന്നു. വരട്ടെ. തൊണ്ടി നിർത്താതെ പോയാൽ മതിയായിരുന്നു. പാറമോട് സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിയാണോ? അല്ല, ഞാനൊരു കൂട്ടുകാരെ കാണാൻ പോയിട്ട് വന്നതാ. കുറച്ച് തിരക്കുണ്ടായിരുന്നു മോളെ, ഞാൻ പൊയ്ക്കോട്ടെ? തിരക്കൊന്നും ഇല്ലാത്തത് എനിക്കല്ലേ. മോളെ, ഒരു പയ്യൻ പെണ്ണ് കാണാൻ വന്ന വിവരം അറിഞ്ഞു. കല്യാണം ഉടനെ ഉണ്ടോ മോളെ? ഒരു കൂട്ടരെ വന്ന് പെണ്ണ് കണ്ടു എന്നല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ നാട്ടുകാരങ്ങനെയല്ലല്ലോ പറയുന്നത്. RK സാറിന്റെ മകളുടെ കല്യാണം ഉടനെ നടക്കുമെന്നൊക്കെയാ കടയിൽ ചെന്നപ്പോൾ ആൾക്കാർ സംസാരിച്ചത് കേട്ടത്. പയ്യൻ അമ്പാട്ട് കുടുംബത്തിലാണെന്നും പയ്യൻ വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നൊക്കെയാ ആ റേഷൻ കടക്കാരൻ പറഞ്ഞു കേട്ടത്.
ആൾക്കാർക്ക് അങ്ങനെ എന്ത് വേണേലും പറയാലോ ലക്ഷ്മിയമ്മേ. നല്ല കൂട്ടരല്ലേ മോളെ, ഇനി ആലോചിക്കാനൊന്നുമില്ല. മോളുടെ അച്ഛൻ ഈ കല്യാണം നടത്തും. എനിക്കൊരു കാര്യം അറിയണം ലക്ഷ്മിയമ്മേ. എന്നെ ഭാരതിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അമ്മേ? സത്യം എന്താന്ന് ലക്ഷ്മിയമ്മ എങ്കിലും എന്നോട് പറയണം. അത് മോളെ അവൻ പറഞ്ഞതല്ലേ. ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറാനുള്ള നിലയും വിലയും ഭാരതിക്ക് ഇല്ലെന്നോ ഒരു തൊഴിലില്ലെന്നോ ആയ കാര്യങ്ങൾ ആവർത്തിക്കണ്ട. അതൊന്നുമല്ല കാരണങ്ങളെന്ന് എനിക്കറിയാം. എന്തോ ഭാരതിയുടെ മനസ്സിലുണ്ട്. അത് ലക്ഷ്മിയമ്മയ്ക്ക് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. പറ ലക്ഷ്മിയമ്മ, ഭാരതി ഒഴിഞ്ഞു മാറാനുള്ള കാരണം എന്താ? എന്റെ അച്ഛനും അമ്മയും ഭാരതിയുമായിട്ടുള്ള വിവാഹം അംഗീകരിച്ചതാ. അച്ഛൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഭാരതി നല്ലൊരു ജോലിയിൽ പ്രവേശിക്കണം. അച്ഛനതിന് സഹായിക്കാന്നും പറഞ്ഞു. 1 വർഷത്തെ സാവകാശവും തരുമായിരുന്നു. ഇത്രയും ചെയ്യുന്നു പറഞ്ഞിട്ടും എന്നെ സ്വീകരിക്കാൻ എന്താ ഭാരതി മനസ്സ് കാണിക്കാത്ത? മോളെ, അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. അത് തന്നെയാ സത്യം. മോൾ അവനെ എന്റെ പാട്ടിന് വിട്ടേക്ക്. അവൻ നിന്നെ അനിയത്തിയായിട്ടാ കണ്ടെന്നാ അവൻ എന്നോട് പറഞ്ഞത്. അത് തന്നെ സത്യമാ. അല്ല, അങ്ങനെ ഒരാൾ എങ്ങനെയാ മോളെ മാറി ചിന്തിക്കുന്നത്? മോള് പറഞ്ഞതൊന്നും അംഗീകരിക്കാൻ അവനെ കൊണ്ട് പറ്റില്ല. അവനോട് പറഞ്ഞിട്ടുണ്ട്, പാറുവിനെ ഏതെങ്കിലും പേരുകേട്ട കുടുംബത്തിലെ പയ്യൻ വന്ന് വിവാഹം കഴിക്കുമെന്ന്. അവള് പിന്നെ നമ്മളിൽ നകലും. അതങ്ങനെ വേണമല്ലോ എന്നൊക്കെ. നമ്മുടെ വീട്ടിലെ കുട്ടിയാണെങ്കിലും വിവാഹം കഴിപ്പിച്ച് വിടുമ്പം അകലത്തില്ലേ? അങ്ങനെ പറയുന്ന ഒരാളിൽ നിന്ന് മോള് മറ്റൊന്ന് പ്രതീക്ഷിക്കുന്നതല്ലേ തെറ്റ്? ദേ ഭാരതി വരുന്നുണ്ട്. പാറു സ്കൂളിൽ നിന്ന് വരുന്നതാണോ? ഗോപേണ്ടും പണിക്കാരും പറമ്പിരിക്കുന്നുണ്ട്. അമ്മ വാ. പോട്ടെ മോളെ. എന്താ മൂഡ് ഓഫ് ആയിരിക്കുന്നു? ആ, ഇവിടെ മറ്റാർക്കും ഒരു പ്രശ്നവും ഇല്ലല്ലോ. മോന്റെ കല്യാണം നടത്താൻ ഓടി നടന്ന് മനുഷ്യന്റെ മനസ്സമാധാനം പോയി. അല്പം മുമ്പ് നരേട്ടൻ വന്നിരുന്നു. നരേട്ടന് കഴിയുന്ന വിധം എന്നെ വേദനിപ്പിച്ചിട്ടാ പോയത്. അരുണിന്റെ വിവാഹകാര്യത്തെ കുറിച്ച് നരേന്ദ്രമാമ എന്തെങ്കിലും സംസാരിച്ചോ? അതിനല്ലേ നരേട്ടൻ വന്നത്. എന്നിട്ട് ഓരോന്ന് പറഞ്ഞ് ഇടഞ്ഞിട്ടാ പോയത്. ഇനിയങ്ങോട്ട് തീരുമാനങ്ങൾ തനിച്ചെടുക്കാനാ പറഞ്ഞത്. അമ്മേ, അരുണിന്റെ തലയിൽ വെച്ച് ഒഴിയാമായിരുന്നില്ലേ? അമ്മയായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നരേന്ദ്രമാമയുടെ വിരോധം അമ്മ സമ്പാദിക്കേണ്ട എന്ത് കാര്യാ ഉള്ളത്? അരുണിന്റെ അമ്മയല്ലേ ഞാൻ. എനിക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ? ഹേമാംബികയുടെ വാക്കുകൾ മക്കൾ ധിക്കരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് അപമാനം തന്നെയാ. അരുൺ ഇവിടെ കാണിച്ചതൊക്കെ അമ്മ കണ്ടതല്ലേ? അരുണിനെ തണുപ്പിക്കാൻ കഴിയാത്തോണ്ടല്ലേ പെണ്ണ് കാണാൻ നമുക്ക് പോവേണ്ടി വന്നേ. സിത്താര അമ്മയുടെ ഏട്ടന്റെ മകളെന്നുള്ളത് ശരിയാ. പക്ഷേ അവളെ അരുണിനെ കൊണ്ട് കെട്ടിക്കാന്നുള്ള നീക്കം അമ്മ അവസാനിപ്പിക്കണം. എന്തിനാ അമ്മ ഈ കാര്യത്തിൽ അമ്മ നരേന്ദ്രമാമനെ ഭയപ്പെടുന്നേ? ഒരിക്കലും അരുണിനെ യോജിച്ചതല്ല അവളെന്ന് എല്ലാവർക്കും അറിയാം. നിന്നോട് ആരാ അഭിപ്രായം ചോദിച്ചത്? എന്താ, എനിക്ക് ഈ വീട്ടിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അവന്റെ ഏട്ടത്തിയമ്മയാ ഞാൻ. അവന് ഇഷ്ടമില്ലാത്ത വിവാഹം അടിച്ചേൽപ്പിക്കുന്നത് എനിക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. നരേന്ദ്രമാമ എങ്ങനെയൊക്കെ പ്രതികരിച്ചാലും സിത്താരയുള്ള വിവാഹത്തിന് അരുൺ സഹകരിക്കില്ല അമ്മേ. പിന്നെന്തിനാ അവന്റെ സമാധാനം കൂടി കെടുത്തുന്നത്? അമ്മ നരേന്ദ്രമാമനോട് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം.
മല്ലികെ നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഈ കുടുംബത്തിലെ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാവരുതെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ വിവാഹം കൊണ്ട് നരേട്ടൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കാണുന്നുണ്ട്. 2 കുടുംബങ്ങൾ ഒന്നാവുന്നത് മാത്രമല്ല, നരേട്ടന്റെ കോടിക്കണക്കിന് വിലയുള്ള സ്വത്ത് നമ്മുടെ കുടുംബത്തിലോട്ട് പോരും. ഇതിന്റെ കണക്കുകൂട്ടലായിട്ട് കാണണ്ട. നരേട്ടൻ തന്നെ എന്നോടിത് പറഞ്ഞത്. കുടുംബത്തിലെ സ്വത്തുക്കൾ പങ്കുവച്ചപ്പോ ഷെയർ 2ആയിട്ട് പോയി. പകുതി എനിക്കും പകുതി നരേട്ടനും. ഇപ്പോ 2 സ്വത്തുക്കൾ ഒന്നാവാൻ വഴി തുറന്ന് കിട്ടുകയാണ് അരുൺ സിത്താര വിവാഹത്തിലൂടെ. നരേട്ടന്റെ സ്വത്തിന്റെ 4/1 ആർക്കേക്ക്? നിങ്ങൾ എന്താ അതേക്കുറിച്ച് ആലോചിക്കാത്തത്? ഇതിവിടം കൊണ്ടൊന്നും തീരില്ല. നരേട്ടനെ പിണക്കിയാലേ അത് നമ്മുടെ ബിസിനസിനെ മോശമായിട്ട് ബാധിക്കും. നരേട്ടൻ നമ്മളെ സഹായിച്ചത് സിത്താരയ്ക്ക് ഈ വീട്ടിൽ മരുമകളായി വരാന്നുള്ള കണക്കുകൂട്ടൽ കൊണ്ടാ. ഞാൻ എങ്ങനെ ഏട്ടനെ പിണക്കാനാ? നരേട്ടനെ പിണക്കി നിനക്ക് ഈ ബിസിനസ് സ്മൂത്തായി കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിപ്പോ പറ. നരേന്ദ്രമാമയെ പിണക്കി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നരേന്ദ്രമാമ ഇടഞ്ഞാലേ അത് നമ്മളെ പല രീതിയിലും ബാധിക്കും. കേട്ടല്ലേ പറഞ്ഞത്? എല്ലാം കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്ന മനുഷ്യനാ നരേട്ടൻ. നരേട്ടന്റെ ആഗ്രഹമാണ് സിത്താരയും അരുണും തമ്മിലുള്ള വിവാഹം. അതിനൊരു സമയം വരാനാണ് ഇത്രയും കാലം ആ മനുഷ്യൻ കാത്തിരുന്നത്. അരുണിന് വിവാഹം നോക്കി തുടങ്ങിയപ്പോ നരേട്ടൻ സിത്താരയെ നാട്ടിൽ വരുത്തി. നരേട്ടനെ ചതിച്ചാൽ വലിയ തിരിച്ചടിയാണ് വരാൻ പോകുന്നത്. ഒരു വക്കീലിന്റെ മകളുടെ സൗന്ദര്യം കണ്ട് എന്റെ കുടുംബത്തെ ഞാൻ ചതിക്കുഴി കൊണ്ടിടണോ? ചെകുത്താനും കടലിനും നടുക്കാ ഞാനിപ്പോ. മല്ലികയ്ക്ക് സിത്താരയോടുള്ള താല്പര്യമില്ലായ്മ എനിക്ക് നന്നായിട്ട് അറിയാം. സിത്താര ഈ വീട്ടിൽ വന്ന് കയറാതിരിക്കാൻ മല്ലിക പലതും ചെയ്യും. ദേ, നീ അവക്ക് കൂട്ടു നിൽക്കരുത്. അമ്മയോടൊപ്പമേ ഞാൻ നിൽക്കൂ. ആ, നീ അരുണിനെ പറഞ്ഞ് മനസ്സിലാക്കണം. സിത്താര അയാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കണം. ഞാൻ പറഞ്ഞ അവൻ കേക്കില്ല. ഞാൻ അവനോട് സംസാരിക്കാമേ. ദേ, സംസാരിച്ചാ പോരാ. നമ്മുടെ ബിസിനസിന്, കുടുംബത്തിന്റെ നിലനിൽപ്പിന് അതൊക്കെ നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. ദേ, നിനക്കതിന് കഴിയും. നരേട്ടനെ നോവിച്ചാലേ നമുക്ക് മനസ്സമാധാനം എന്നൊന്ന് പിന്നെ അനുഭവിക്കേണ്ടി വരില്ല. എന്താ ധനപാല ഇന്ന് കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. കൂടുതൽ സാറിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇനി കേസിന്റെ അവസാന വിചാരണ വരാൻ പോവാ. ഭയപ്പെടാൻ അതിലൊന്നുമില്ല. ആ, പ്രതികൂലമായി നിന്ന സാക്ഷികളെ ഏറെക്കുറെ ധനപാലൻ കൂറുമാറ്റിയല്ലോ. ഇനി 1-2 വിചാരണ കാണും. അത് കഴിഞ്ഞാൽ വിധി. അത് നമുക്ക് അനുകൂലമായി വരും. എന്റെ പ്രതീക്ഷയ്ക്ക് ഒരു കുറവില്ല വക്കീലെ. നിങ്ങൾ വളരെ നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എനിക്കതിൽ സന്തോഷമുണ്ട്. പക്ഷേ അന്തിമ വിധി വരാതെ മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ. എന്റെ മോനെ പച്ചയ്ക്ക് കത്തിക്കാൻ ആളുകൾ പുറത്തു നിൽക്കുന്നത്. എന്തൊക്കെ വൃത്തികേടുകളാ സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ എഴുതി വിടുന്നത്. അതിന് കാതു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല ധനപാല. അവരാഗ്രഹിക്കുന്ന പോലെ വിധി വരണമെങ്കിൽ പിന്നെ കോടതിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. വിധി വന്നു കഴിഞ്ഞാൽ അവർ അപ്പീലിന് പോകും. അത് അപ്പോൾ നോക്കാല്ലേ. എന്നാലും എന്റെ മോൻ നിരപരാധി എന്ന വിധി വന്നാൽ എന്റെ മകന്റെ മേൽ ചാർത്തിയ അപമാനം മാറിക്കിട്ടും. ഇതിനിടയിൽ മറ്റു ചില കരുനീക്കങ്ങൾ നടക്കുന്നതായി ഞാൻ അറിഞ്ഞു. അതും കൂടി അറിഞ്ഞുകൊണ്ടാണ് ആർക്കെ കാണാൻ ഒരു കാരണമായത്. വാദിഭാഗത്തിന് വേണ്ടി ഒരു വക്കീലൂടെ വരുന്ന കാര്യമല്ലേ ധനപാലൻ ഉദ്ദേശിക്കുന്നത്? അതെ. പബ്ലിക് പ്രോസിക്യൂട്ടറെ സഹായിക്കാൻ വാദിഭാഗം കൊണ്ടുവരുന്ന വക്കീലെന്നാണ് കേൾക്കാൻ കഴിയുന്നത്. അതുമാത്രവുമല്ല, അതൊരു ലേഡി വക്കീലെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. വലിയ പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരിയാണത്രേ.
അവളുടെ പേരറിഞ്ഞോ? അഡ്വക്കേറ്റ് ക്ലാര എന്നാണ് പറഞ്ഞു കേട്ടത്. അവർ വാദിക്കാൻ വന്നിരിക്കുന്നത് വാശിയോടെ ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വന്നതാ. അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാ ഞാനിവിടെ നിൽക്കുന്നത്. ധനപാലിന് ഈ കേസിൽ ആശങ്കയൊന്നും വേണ്ട. ആര് വന്നാലെന്താ, കോടതിക്ക് മുന്നിൽ വരുന്ന കാര്യങ്ങളെ നിഷേധിക്കാൻ കോടതിക്ക് കഴിയില്ലല്ലോ. ഇനി പുതിയതായിട്ട് എന്താ വാദിക്കാനുള്ളത്? ദേ, കഴിഞ്ഞ തവണയുള്ള വാദം കഴിഞ്ഞപ്പോ ധനപാലിന് അത് മനസ്സിലായ കാര്യമല്ലേ. പുതിയ നീക്കം അവർ ആരംഭിച്ചത് അതുകൊണ്ടാ. കുറച്ച് സ്ത്രീപക്ഷ സംഘടനകളാണ് അഡ്വക്കേറ്റ് ക്ലാരയെ രംഗത്തിറക്കിയിരിക്കുന്നത്. നമ്മുടെ കയ്യിലെ നല്ല സ്ട്രോങ് എവിഡൻസാ ഉള്ളത്. അത് നിഷേധിക്കാൻ കോടതിക്ക് കഴിയില്ല. പിന്നെ കോടതിയാവുമ്പോൾ വാദവും പ്രതിവാദവും ഒക്കെ വേണമല്ലോ. ധനപാലൻ ടെൻഷനാവാതെ. ടെൻഷനുണ്ട് ആർക്കെ. എങ്ങനെയായാലും എൻ്റെ മകനെ രക്ഷിക്കണം. ആർക്കൊക്കെ അതിന് കഴിഞ്ഞാൽ 5 കോടി രൂപ പ്രതിഫലമായിട്ട് തരും. സത്യമാണ് ആർക്കെ. അതൊരു സമ്മാനമാണ്. ഫീസായി പറഞ്ഞതും തരും. ഒരു ഭാഗത്ത് നമുക്ക് വീഴ്ച വരാൻ പാടില്ല. എല്ലാ പഴുതും അടച്ചു വേണം മുന്നോട്ട് പോകാൻ. അതിനുള്ള തയ്യാറെടുപ്പ് ആർക്കെ എടുക്കണം. അവന്റെ ഭാവി ആർക്കയുടെ കൈകളിലാണ്. ആർക്കെ വേണ്ട പോലെ നീങ്ങുമെന്നറിയാം. എങ്കിലും മനസ്സിന്റെ ആശങ്ക കൊണ്ട് പറഞ്ഞതാ. ഈ കേസ് ജയിക്കണമെന്ന ആവശ്യം എന്റേതല്ലേ. എല്ലാവരും ഉറ്റുനോക്കുന്ന കേസായത്. വലിയ മീഡിയ കവറേജ് ആണ് കിട്ടാൻ പോകുന്നത്. എനിക്ക് കിട്ടുന്ന അവസരം ഞാൻ ഇല്ലാതാക്കൂ? കേസിൽ നമ്മൾ ജയിക്കുമെന്നൊരു പ്രചരണം നടക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ കേസ് വിജയിച്ച് അന്തിമ വിധി കേട്ട് ഞാൻ പുറത്തു വരും. അന്ന് നമുക്ക് നേരിൽ കാണണം. അതാണ് ഞാൻ തരുന്ന ഉറപ്പ്. ഓ